ഒരു മനുഷ്യൻ്റെ എന്താ കാവടി ശംഖും കാണാനില്ലേ തേർണമംഗലവും കാണാനില്ലേ എന്താ ചെയ്യാ ഫുൾ മറവിയാണ് ഞാൻ തോന്നും പറയാൻ കിടന്നു അവിടെ ചാടി കാണാനല്ലോ എന്താ ഞാൻ വരികയായിരുന്നു ഞാൻ ഇപ്പൊ കറക്റ്റ് പറയാൻ തൃശ്ശൂർ വരാനേ അല്ല മുരുകന്റെ അമ്പലമൊക്കെ വിട്ടു ഇപ്പൊ ഫുള്ള് ചാത്തന്റെ അമ്പലമാണ് ഞാൻ വരാതിരിക്കാൻ ഇല്ലാത്തൊന്നും പാടില്ലല്ലോ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷം ഞാനെങ്കിലും വരാതെ ആലോചിച്ചു പിന്നെ ആരാധകരുടെയൊക്കെ ഒരു അഭിപ്രായ പ്രകാരം വരേണ്ടി വന്നു അമ്മ ഇന്നലെ കാവടി കൊണ്ട് ഇവിടെ എത്തി ഞാൻ പറഞ്ഞു അമ്മ ഞാൻ വരുന്നില്ല വരാൻ പറ്റില്ല പിന്നെ അമ്മ പറഞ്ഞു ചൂട് കെട്ടെടുത്ത് അപ്പൊ ഞാൻ തോറ്റില്ല ചോറ് തരില്ല പറഞ്ഞു അപ്പൊ ഞാൻ തോറ്റു പിന്നെ ഞാൻ തൃശ്ശൂർ നിങ്ങൾ വരുമ്പോ നമ്മളെ പിള്ളേര് കണ്ണൻ ചന്തു എല്ലാവരും കൂടി ഫോൺ വിളിച്ചിട്ട് നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും ചന്ദിരനെ സൂര്യനെ പൊന്നായവനെ ആ കാലം കാറ്റു വെച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ പറഞ്ഞപ്പോ പിള്ളേർ വിളിച്ചു നിങ്ങളൊക്കെ കൂടെ നിങ്ങൾ ഈ കാറ്റുകാരെ മൊത്തം കായത്രി കൊണ്ടുപോകാനുള്ള ഞാൻ കേൾക്കണേ കല്യാണം കൊണ്ടുപോകുന്ന കാര്യം പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ആവനാട് വരെ പോയി മുരുകനെയൊക്കെ വിട്ടുപിടിക്കാൻ തുടങ്ങി കുടുംബത്തിൽ 2-3 മുരുകന്മാരെ മുരുക അളിയ മുരുകന്മാരെ കൊണ്ട് തൊഴിലില്ല വിട്ടുപിടിക്കാൻ വേണ്ടി ചാത്തനാണ് കളി അതെ ചാത്തന് ആവണങ്ങാട് അമ്പലത്തിൽ പോയി ആവണങ്ങാട് കളരി അറിയില്ലേ അവിടെ നിന്ന് പോയി അവിടെ നിന്ന് കറങ്ങി പിന്നെ അവിടെ ഹൈലൈറ്റ് മാളുണ്ട് അവിടെ ഇപ്പൊ പരിപാടി അപ്പൊ ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് തിരിച്ചു അവിടെ പോയിട്ട് ഇങ്ങനെ പോയി അവിടെ പോയി റീലെടുത്തു നിങ്ങളെ പിടിച്ചിട്ട് കരിങ്കാലിയല്ലേ ഇതെപ്പോഴും വരിക എന്തിനും വരിക ഞാൻ കാവടി കൊണ്ടുവരിക സാധനം കൊണ്ടുവരിക പിള്ളേർ കൊണ്ടുവരിക ഇതിന്റെ പരിപാടി ഞാൻ ഒരു ഐഫോൺ വാങ്ങി അതേപോലെ പിന്നെ കാവടി നമ്മുടെ വരുമ്പോൾ ഡാൻസ് കളിക്കില്ല അത് എടുത്തിട്ട് വന്നു എല്ലാ വർഷവും വരുന്നല്ലേ കാവടി പോകാൻ പേരല്ലേ അപ്പൊ കാവടി എടുത്തിട്ട് വന്നു വേണ്ട കാവടി കൊടുക്കാം ഐഫോണ് 2.5 ലക്ഷത്തിന്റെ വണ്ടി ഇതൊക്കെ ഈ കാവടി ഇതൊക്കെ വേണമെങ്കിൽ അമ്മമാർക്ക് കൊടുക്കാം എല്ലാ വർഷവും 2 ഓട്ടോ പോലെ അല്ലല്ലോ 2 ഓട്ടോ എന്തിനാ 4 അല്ല 5 അല്ല 10 ലക്ഷത്തിന് ബിസിനസ് നടക്കണം എനിക്കറിയാം ആ ഓട്ടോ കൊണ്ട് എന്തൊക്കെ ബിസിനസ്സാ ചെയ്യുന്നത് ഇതൊക്കെ എന്താന്ന് പറഞ്ഞാലേ ഇവര് വരുന്ന പിള്ളേരൊക്കെ വരിക ആ ബിസിനസ് വെളിപ്പെടുത്താൻ പറ്റില്ല ആ ബിസിനസ്സിൽ എനിക്ക് പങ്കുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്കിപ്പോ ഈ കൊണ്ടുപോകാനും കൊടുക്കാനും എല്ലാ വർഷവും വരിക പിള്ളേർ വരിക എല്ലാം എടുത്തിട്ട് പോവുക എന്നുള്ള പരിപാടിയല്ലേ അപ്പൊ ഞാനിത് ഈ സാധനങ്ങളൊക്കെ മലയന്മാരോട് ഞാൻ സെറ്റായി എല്ലാ വർഷവും കൊണ്ടുപോകല്ലേ കുമാരി അവിടെ പോയി എന്നെ പരീക്ഷിച്ചു പിന്നല്ല വളരെ കാലങ്ങൾക്ക് ശേഷം എന്റെ മനക്കിലേക്ക് ഒരു അതിഥി വന്നു അവന്മാര് പറഞ്ഞു സിനിമ കണ്ടില്ല കണ്ടാലതൊക്കെ അറിയുണ്ടോ ഒന്നുകൂടി എന്റെ ഇരുത്തി
കാണുക. ഇപ്പൊ എന്തായാലും വന്ന് അതൊക്കെ തിരിച്ച് സാധാരണ പോലെ പരിപാടിയൊക്കെ നമുക്ക് നോക്കാം അല്ലേ? ഇപ്പൊ ആരെ എമ്മാരെ വരുന്നത് ഐഫോൺ കൊണ്ടുവരാ ഈ മഹാബോബിയാണ്. കൊട്ടടാ ചണ്ട കൊട്ടടാ. ഓടിയോ ഓടിയോ എല്ലാ കൊല്ലം പറഞ്ഞ പോലെ കേട്ടിരിക്കാൻ വരാമത് ഈ നമ്മളെ കാടിച്ചില്ലേ എല്ലാവരും കേട്ടിരിക്കലും കൊണ്ടുവരും. നമ്മുടെ മനക്കിലല്ലേ ആരാ വരുന്നത്? ബാങ്കുകാരനോ? പഴനിക്കൊരു നേർച്ചയുണ്ട് കാവടി എടുത്ത് പോവാന്ന്. തിരിച്ചു കൊണ്ടുവരാൻ പറയാം. നാട്ടുകാരില്ലോ ഇനിയിപ്പോ പാഞ്ചാലി വസ്ത്രക്ഷേമം വരെ കഴിക്കണം. നിങ്ങൾക്ക് ഇരുന്നിച്ചിരിക്കണം. ലൈഫ് തന്നെ നിങ്ങളൊക്കെ അത് നമ്മുടെ ചക്കരാവും കൊണ്ടുപോകട്ടെ. ഇനിയിപ്പോ വേറെ നമുക്കൊന്ന് പറയാനില്ല. ആശുപത്രി വെള്ളം കൊണ്ടല്ലേ വേണ്ട. വാ അതിന് നിന്റെ മകൻ വിചാരിച്ചാൽ മതിയില്ല. അവനെ വിളിച്ചില്ല. അവൻ നിന്റെ മുന്നിൽ ഇരിക്കുന്നു. അവനെ നമ്മളെ വിടാതെ